ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 11. ആരാണ് സ്തുതിക്ക് യോഗ്യൻ? ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. എബ്രായരുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. സർപ്പിള ഗോവേണി മുതൽ വിശാലമായ കിടപ്പുമുറി വരെ, മാർബിൾ തറകൾ മുതൽ വില കൂടിയ പരവതാനി വരെ, വലിയ അലക്കുമുറി മുതൽ നന്നായി ചിട്ടപ്പെടുത്തിയ ഓഫീസ് വരെ, റിയൽറ്റർ യുവദമ്പതികൾക്ക് ഒരു മികച്ച വീട് കാണിച്ചു കൊടുത്തു. അവർ തിരഞ്ഞ ഓരോ കോണിലും അതിൻ്റെ ഭംഗിയെക്കുറിച്ച് അവർ പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഈ വീട് അതിശയകരമാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റർ അല്പം അസ്വാഭാവികമായി അവർക്ക് തോന്നിയതും എന്നാൽ സത്യവുമായ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ അഭിനന്ദനം ഞാൻ ബിൽഡർക്ക് കൈമാറും. വീടോ അത് കാണിച്ചു തരുന്നവനോ അല്ല, വീട് പണിതവനാണ് പ്രശംസ അർഹിക്കുന്നത്. റിയൽറ്ററുടെ വാക്കുകൾ എബ്രായ ലേഖന എഴുത്തുകാരനെ പ്രതിധ്വനിപ്പിക്കുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുണ്ട്. ദൈവപുത്രനായ യേശുവിൻ്റെ വിശ്വസ്തതയെ പ്രവാചകനായ മോശയുമായി എഴുത്തുകാരൻ താരതമ്യം ചെയ്യുന്നു. ദൈവത്തോട് മുഖാമുഖം സംസാരിക്കാനും ദൈവത്തിൻ്റെ രൂപം കാണാനും മോശയ്ക്ക് പദവി ലഭിച്ചെങ്കിലും അവൻ അപ്പോഴും ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു ദാസൻ മാത്രമായിരുന്നു. സ്രഷ്ടാവായ ക്രിസ്തു എല്ലാറ്റിൻ്റെയും ദൈവിക നിർമ്മാതാവ് എന്ന നിലയിലും ദൈവത്തിൻ്റെ ഭവനത്തിൽ പുത്രൻ എന്ന നിലയിലും ബഹുമാനം അർഹിക്കുന്നു. ദൈവത്തിൻ്റെ ഭവനം അവൻ്റെ ജനമാണ്. നാം ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുമ്പോൾ ആ ബഹുമതി അർഹിക്കുന്നത് ദൈവിക നിർമ്മാതാവായ യേശുവാണ്. ദൈവത്തിൻ്റെ ഭവനമായ നമുക്ക് ലഭിക്കുന്ന ഏതൊരു സ്തുതിയും ആത്യന്തികമായി അവനുള്ളതാണ്. ചിന്തിക്കുക, ദൈവം നിങ്ങളിൽ എന്താണ് നിർമ്മിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുകയാണെങ്കിൽ യേശുവിന് മഹത്വം നൽകാനുള്ള അതുല്യമായ മാർഗങ്ങൾ എന്തെല്ലാമാണ്? ദൈവത്തിന് മഹത്വം.